യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾക്ക് വായിക്കാം, പഠിക്കാം, ധ്യാനിക്കാം. ഈ രാവിലെ ദിവസം നമ്മൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതാണ്. കാനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കി, പത്രോസിന് ലഭിച്ച പെരുത്ത മീൻകൂട്ടം, ദേവാലയത്തിൽ വെച്ച് അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കി, പത്രോസിൻ്റെ അമ്മായിയമ്മയെയും മറ്റനേകരെയും സൗഖ്യമാക്കി, ഗലീലയിൽ നാനാവ്യാധികളാൽ വലഞ്ഞവരെ സൗഖ്യമാക്കി, അനേകരിൽ നിന്നും ഭൂതങ്ങളെ പുറത്താക്കി, ഗലീലയിൽ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, മേൽക്കൂര പൊളിച്ച് കിടക്കയിൽ തൻ്റെ മുമ്പിലെത്തിച്ച പക്ഷവാത രോഗിയെ സൗഖ്യമാക്കി, 38 വർഷം ബെഥസ്ദ കുളക്കരയിൽ കിടന്നിരുന്ന രോഗിയെ സൗഖ്യമാക്കി. ഇങ്ങനെ ഞാൻ യേശുപ്പച്ചൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണ്. പിന്നെ ശോഷിച്ച കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കി, ഗലീല കടൽക്കരയിൽ വലിയ ജനക്കൂട്ടത്തെ സൗഖ്യമാക്കി, ശതാധിപതിൻ്റെ രോഗിയായ ദാസനെ കാണാതെ തന്നെ ആ ദാസന് നൽകിയ സൗഖ്യം, നയനിലെ വിധവയെ മരിച്ച മകനെ ഉയർപ്പിച്ചു, കുരുടനും ചെകിടനുമായ ഭൂതബാധിതനെ സൗഖ്യമാക്കി, ഗലീലക്കടലിൽ ഉണ്ടായ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, ഗദരദേശത്ത് ഭൂതബാധിതയായ 2 പേരെ സൗഖ്യമാക്കി, 12 വർഷം രക്തസ്രാവത്താൽ ദുരിതമനുഭവിച്ച സ്ത്രീയെ സൗഖ്യമാക്കി, യായിറോസിൻ്റെ മരിച്ചുപോയ മകളെ ഉയർപ്പിച്ചു, 2 കുരുടന്മാരെ സൗഖ്യമാക്കി, ചെകിടനായ ഭൂതബാധിതനെ സൗഖ്യമാക്കി, നാസറത്തിൽ ചില രോഗികളെ മാത്രം സൗഖ്യമാക്കി, ഗലീലയിൽ അനേകരെ സൗഖ്യമാക്കി, 5000 പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും എത്തിച്ച് ജനക്കൂട്ടത്തിന് 5 അപ്പവും 2 മീനും കൊണ്ട് ഭക്ഷണം നൽകി തൃപ്തിയാക്കി. 12 കൊട്ട ബാക്കി വന്നു. ഗലീലക്കടലിൽ കൊടുങ്കാറ്റിൽപ്പെട്ട ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു 4-ാം യാമത്തിൽ കടലിൻ മീതെ നടന്നു ചെന്നു. അത്ഭുതങ്ങൾ. അവൻ്റെ വസ്ത്രത്തിൽ തൊട്ട് അനേകർ സൗഖ്യം പ്രാപിച്ചു. തെക്കപ്പലി നാട്ടിൽ വിക്കനും ചെകിടനുമായ മനുഷ്യനെ സൗഖ്യമാക്കി, സെറാഫയ്ക്കു സ്ത്രീയുടെ ഭൂതബാധിതയായ മകളെ സൗഖ്യമാക്കി, ഗലീലക്കടലിനരികെ ഉണ്ടായിരുന്ന മുടന്തർ, കുരുടർ, ഊമർ, വികലാംഗർ തുടങ്ങിയ എല്ലാ ജനക്കൂട്ടത്തെയും സൗഖ്യമാക്കി. 4000 പുരുഷന്മാരെ കൂടാതെ സ്ത്രീകളോ കുഞ്ഞുങ്ങളോ മടങ്ങുന്ന ജനക്കൂട്ടത്തിന് 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് ഭക്ഷണം നൽകി. മറുരൂപ മലയിൽ നടന്ന അത്ഭുതം. അപസ്മാര രോഗിയായ ബാലനെ പിതാവിൻ്റെ അപേക്ഷയാൽ സൗഖ്യമാക്കി. ദേവാലയത്തിൽ 18 വർഷം കൂനിയായിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കി. കുരുടനായി പിറന്ന മനുഷ്യനെ യെരുശലേമിൽ സൗഖ്യമാക്കി. ആമീൻ, ആമീൻ.